ആദ്യ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കേരളത്തിലെ കോട്ടയം മണ്ഡലത്തിലാണ്. 80.5%. ഏറ്റവും കുറവ് മധ്യപ്രദേശിലെ ഷാദോളിലും 18% മാത്രം. രാജ്യത്തെ മൊത്തം വോട്ടർമാരിൽ 60% പേർ വോട്ട് രേഖപ്പെടുത്തി. രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന മുംബൈയിൽ 70% വോട്ട് രേഖപ്പെടുത്തി. അതായത് 9 ലക്ഷം പേർ മുംബൈയിൽ വോട്ട് ചെയ്തു. ബോംബെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ മറ്റൊരു വിധത്തിൽ രാജ്യത്തെ ഞെട്ടിച്ചു. ഭരണഘടനാ വിദഗ്ധനായ ഡോക്ടർ BR അംബേദ്കറെ അവർ പരാജയപ്പെടുത്തി. പകരം തിരഞ്ഞെടുത്തത് അത്രയൊന്നും അറിയപ്പെടാത്ത വെറുമൊരു പാൽക്കാരനായ കജ്റോൾക്കറെയായിരുന്നു. കോൺഗ്രസ് ടിക്കറ്റിലാണ് കജ്റോൾക്കർ മത്സരിച്ചത്. ആദ്യം മുതൽ തന്നെ ബോംബെയിൽ നിന്ന് ഒരു മുദ്രാവാക്യം ഉയർന്നു കേട്ടിരുന്നു: ഭരണഘടനയുണ്ടാക്കുന്ന അംബേദ്കർ എവിടെ, വെണ്ണയുണ്ടാക്കുന്ന കജ്റോൾക്കർ എവിടെ എന്ന്. കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കും എന്ന ചൊല്ലുണ്ടായത് കജ്റോൾക്കറുടെ വിജയത്തോടെയാണ്. എങ്കിലും ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പല പ്രമുഖന്മാരും തോറ്റു എന്നത് മറന്നുകൂടാ. ബോംബെയിൽ തന്നെ മൊറാർജി ദേശായി തോറ്റു. രാജസ്ഥാനിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന രാജ്നാരായണൻ വ്യാസ് തോറ്റു. അങ്ങനെ പല പ്രമുഖരും തോറ്റു. രാജ്യത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് നേടിയത്. ആന്ധ്രാപ്രദേശിലെ നാൽഗൊണ്ടയിൽ നിന്നുള്ള രവിനാരായണ റെഡ്ഡി. തെലങ്കാന സമരത്തിൻ്റെ നായകനെന്ന് ഖ്യാതി നേടിയ റെഡ്ഡി പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ചു. രണ്ടിലും ജയിച്ചു. നാൽഗൊണ്ട ജില്ലയിലെ 14 നിയമസഭാ സീറ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചതും റെഡ്ഡിയുടെ ബലത്തിലാണ്. ജവഹർലാൽ നെഹ്റുവിനേക്കാൾ ഭൂരിപക്ഷം നേടി ദില്ലിയിലെത്തിയ റെഡ്ഡി അവിടെയും ശ്രദ്ധേയനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ താമസിച്ച് റെഡ്ഡി പാർലമെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നത് സൈക്കിളിലാണ്. ചരിത്രത്തിൽ അങ്ങനെ എത്രയെത്ര താരങ്ങൾ.